പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ള രണ്ടുപേര് കൃഷി ഓഫീസർമാരാണ്. ജോർജ് സാറ്, സി സാറ്. മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജൂൺ മാസം വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കൃഷിമുറകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. സാർ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും? നമുക്കറിയാവുന്ന പോലെ ജൂണിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിനു മുമ്പ് തന്നെ നമുക്ക് മഴയുടെ ആരംഭം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജൂണിലേക്ക് പ്രവേശിക്കുമ്പോൾ മഴയുടെ വ്യാപ്തി കൂടും, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മഴ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അമ്ലത ഏറും. അപ്പോൾ അമ്ലത അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും ഒരു കൺട്രോൾ അല്ല. നമുക്ക് അസിഡിറ്റി ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനെ ഒരു മാനേജ് ചെയ്യണം. അത് നമുക്ക് ഇനി തുടർന്ന് നമുക്ക് ഈ സംസാരിക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് വ്യക്തമാകും. നമുക്കിപ്പം ഈ കേരളത്തിലെ സോയില് അസിഡിക് അല്ലേ പറയുന്നത്? അതെ. അപ്പം ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? pH കുറയ്ക്കുക, കൂട്ടുക എന്നുള്ള രീതിയിൽ നമുക്ക് അല്ല, അസിഡിക് ആകാൻ കാരണം എന്നാ സാറേ? ഓക്കെ, നമുക്കറിയാം നമ്മുടെ മണ്ണ് പാറയിൽ നിന്നുണ്ടായി വന്നതാണ് കോടാനുകൂടി വർഷങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പം കേരളത്തിലെ മാതൃശില, അതായത് പേരൻ്റ് റോക്ക് മെറ്റീരിയൽ എന്ന് പറയും. പേരൻ്റ് റോക്ക് മെറ്റീരിയൽ ആസിഡ് ഇഗ്നീഷൻ റോക്കാണ്. അത് ക്ലാസിഫിക്കേഷൻ ആസിഡ് ഇഗ്നീഷൻ റോക്കാണ്. അപ്പോൾ ഇതിനകത്ത് അമ്ലത കടക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ആസിഡ് ഇഗ്നീഷൻ റോക്ക് മാതൃശിലയെന്ന് വന്നത് കണ്ട് നമ്മൾ എന്തുമാത്രം കക്കായിട്ട് കഴിഞ്ഞാലും പിന്നെ ഇതിനകത്തുനിന്ന് ഇതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, എന്നാക്ക പാല് കൊടുത്ത് വളർത്തിയാലും പാമ്പിനകത്ത് വിഷം കിടക്കെന്ന് പറഞ്ഞതുപോലെ ആസിഡിറ്റി നമ്മുടെ മണ്ണിനകത്ത് ഇൻബോണാണ്. ഇനി ഇതിൻ്റെ രസം എന്നറിയോ? ഇപ്പോൾ കുമ്മളി എന്നൊരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നേരെ മാറി 2 കിലോമീറ്റർ കഴിയുമ്പോൾ, അതായത് തമിഴ്നാട് എന്ന് കഴിയുമ്പോൾ നേരെ ഓരോ ഓപ്പോസിറ്റാണ് നമുക്ക് വരുന്നത്. അപ്പം ആസിഡിറ്റി ഉള്ളതിൻ്റെ 2 കാരണത്തിൽ ഒന്നാമത്തെ കാര്യമാണ് മാതൃശില പറഞ്ഞത്. രണ്ടാമത്തെ കാരണമാണ് റെയിൻഫോൾ. ഉണ്ണിയെ, ഈ കേരളത്തിൽ ഏകദേശം എത്ര ദിവസം മഴ പെയ്യുന്നുണ്ട്? 365 ദിവസത്തിൽ ഒരു 135 ദിവസം. എക്സാക്ട്ലി. നമ്മുടെ IMDയുടെ സൈറ്റ് നമുക്ക് നോക്കാം, ഏകദേശം 135 ദിവസം. അതായത് 1/3 കൂടുതൽ മഴ ദിവസങ്ങൾ. 2 സാറേ, എത്ര മില്ലിമീറ്റർ അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ മഴ ഇവിടെ ആവറേജ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത്? ആവറേജ് ഒരു 300-350 വരും. 300. ആവറേജ് ഒരു 300 നമുക്ക് എടുക്കാം. അപ്പോൾ അത്രയും മഴയും കൂടെ വന്നു കഴിയുമ്പം എന്ത് സംഭവിക്കും? എക്സാക്ട്ലി. അപ്പോൾ ജോർജ് സാറേ, ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത്? ലീച്ച് ഔട്ട് ആകുന്ന മെയിനായിട്ടും കാറ്റയോൺസ് ആണ്. കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം. എക്സാക്ട്ലി. പോസിറ്റീവ് എനർജി. ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഫിക്സ് ആകുന്നത്? അലൂമിനിയം, അയൺ. എക്സാക്ട്ലി. അപ്പോൾ നമുക്കറിയാം, രണ്ടാമത്തെ ഫാക്ടറാണ് നമ്മൾ ആദ്യം പറഞ്ഞു. ഒന്ന് മാതൃശില പറഞ്ഞു, രണ്ടാമത് ഹെവി റെയിൻഫോൾ പറഞ്ഞു. ഹെവി റെയിൻഫോളിൽ നമുക്ക് ആവശ്യമുള്ള പൊട്ടാഷ്, മഗ്നീഷ്യം, കാൽസ്യം നഷ്ടപ്പെടുന്നു. 2, നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ ഉപദ്രവകാരിയുമായ അയണും അലൂമിനിയവും കൂടെ നമുക്കിവിടെ നിൽക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അമ്ലത്വത അങ്ങ് കയറിപ്പോകും. ഇപ്പം മണ്ണിന്റെ pH കുറയുക, കൂടുക, ഇത് എന്താ ദോഷാന്ന് പറയാൻ വേണ്ടിയുള്ളൂ? pH കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്ലത കൂടും. അമ്ലത കൂടുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കാറ്റയോൺസ് വേണ്ടതായ, സിസ്റ്റർ പറഞ്ഞ പോലെ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാഷ് പോലുള്ള മൂലകങ്ങൾ ലഭ്യമല്ലാതെ പോകുന്നു. മാത്രമല്ല, ഈ അമ്ലത കൂടുമ്പോൾ വേരുകൾ ദ്രവിച്ചു പോകും. വേരുകൾ ദ്രവിച്ചു പോകുമ്പോൾ ചെടികൾക്ക് പോഷകങ്ങൾ ഒന്നാമത് എടുക്കാൻ പറ്റുന്നില്ല, വേരുകളും ഇല്ല. രണ്ടാമത്, ഈ പാത്തോജനിക്കായിട്ട് രോഗകാരികളായ ഫംഗസുകൾ ധാരാളം പെരുകുന്നു. അവർക്ക് ശരിക്കും ആസിഡ് മീഡിയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അവർ പെരുകി വരികയാണ്, നമുക്ക് രോഗങ്ങളുണ്ടായി തട്ടമുറിച്ചിൽ അതുപോലെ അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത് ശരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇതിനൊരു മാനേജ് ചെയ്ത് കുറച്ച് കൊണ്ടുവരണമെന്ന് നമ്മൾ. ജോർജ് സാർ, അതിനകത്ത് ഈ കൃഷിക്കാർ ഫുസേറിയം കണ്ട് വേര് ദ്രവിക്കുന്നതിന് അല്ലെ ചെയ്യുന്നതിന് അല്ലെ അറ്റം കരിഞ്ഞു വരുന്നതിനെ കുറിച്ച് ഒത്തിരി ശ്രദ്ധയുണ്ട്. പക്ഷേ അസിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ pH കണ്ടുണ്ടാകുന്നതിനെ കുറിച്ച് അത്ര ബോധവാന്മാരല്ലെന്നാണ് എൻ്റെ ഒരു. അത് കറക്റ്റ്. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ വണ്ടമ്മേട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരാൾ pH നോക്കി. pH ഒക്കെ പുള്ളിക്ക് 5.1 ആ റേഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 7 അല്ലെങ്കിൽ 6.5 മേളിലോട്ട് പോയാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പം 5 തൊട്ട് 7 എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലെന്നാ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അതിനെക്കുറിച്ച് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ കൃഷി ഓഫീസറൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഒത്തിരി ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യാണ്. ചിലർ പറയും
7 ന്യൂട്രലില്. ഓ ഇതന്നെ 1 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റിന്റെ കുറവുള്ളല്ലോ. ന്യൂട്രൽ എന്ന് പറയുന്ന സംഭവം ഉള്ളോ? ന്യൂട്രൽ അത് സ്കെയിലിനകത്ത് ന്യൂട്രൽ. ആ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് ഈ ന്യൂട്രൽ എന്നുള്ള പറയുന്നത്. അപ്പം 7 എന്നുള്ളത് 6 വീണ് കഴിഞ്ഞാൽ 10 ഇരട്ടി പുളിപ്പ്. 7 നിന്ന് 5 വീണാൽ 100 ഇരട്ടി പുളിപ്പ്. അങ്ങനെ വേണം നമ്മളതിനെ കാണാനായിട്ട്. അല്ലെങ്കിൽ വെറുതെ 1 പോയിന്റിന്റെ കുറവോ അല്ലെ 1ന്റെ കുറവുള്ളല്ലോ നമ്മൾ വിചാരിക്കരുത്. ആൾക്കാർ വിചാരിക്കും 10 വെച്ചേ കുറയുള്ളൂ, 100 ഇരട്ടിയാവുന്നത്. അപ്പം അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യണം. നേരത്തെ ഉണ്ണി ചോദിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ന്യൂട്രൽ. നമുക്ക് വേണ്ട pH ഒരു 5.62 അല്ലെങ്കിൽ 5.5 to 6.1 അങ്ങനെ. അപ്പോൾ നമ്മൾ 5.5 to 6.1 എന്നുള്ള ആ ബാൻഡിൽ ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ റൂട്ട് സോൺ നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പൊ ജോസ് സാർ എന്തൊക്കെ കുമ്മായ വസ്തുക്കളാണ് ഉള്ളത്? നമ്മളിപ്പോൾ ഫാർമേഴ്സ് യൂസ് ചെയ്യുന്ന പലതും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഇപ്പം ജൈവ കർഷകരൊക്കെ കൂടുതലത്. പിന്നെ നമ്മൾ കുമ്മായമായിട്ട് തന്നെ ഇടുന്നവരുണ്ട്, കുമ്മായം കലക്കി ഒഴിക്കുന്നുണ്ട്, ഡോളോമിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഏല മേഖലയിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കാര്യം, ചില കർഷകർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ കക്ക തന്നെ ഇടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറിയാലോ, ഇത് നീറ്റി കഴിയുമ്പോഴത്തേക്ക് പണിക്കാരുടെ കൈ പൊള്ളുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ എൻ്റെ ജോർസാൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? അത് നല്ലതാണോ, മാറ്റണോ? നല്ല റെയിനി സീസൺ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല, അല്ലെങ്കിൽ അത് ചൂട് ഉണ്ടാവും. അതായത് നമുക്കറിയാം, നമ്മൾ കുമ്മായം നമ്മൾ നീറ്റുമ്പോൾ ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ട്. അതൊരു മൈക്രോ ലെവലിൽ മണ്ണിലുണ്ടാവും. അതത്ര നല്ലതല്ല. പക്ഷെ നമുക്കറിയാമല്ലോ പണിക്കാരുടെ ഇതകം സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക. നമ്മൾ നിർബന്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സാഹചര്യം വെച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ സിവിസാറിന്റെ പല ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് കക്ക നമ്മൾ കലക്കൊഴിക്കുമ്പോൾ ഇടുമ്പോഴത്തേക്ക് ഈർപ്പം വേണം മണ്ണിന്റെ അകത്ത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഓക്കെ, നമ്മൾ കക്ക ഇടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മണ്ണിൽ ഈർപ്പം വേണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിടുന്ന കക്ക മണ്ണുമായിട്ട് പ്രവർത്തിച്ച് അത് രാസപ്രവർത്തനം നടന്ന് അത് അലിഞ്ഞില്ലാതാവുകയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കക്കായി ഒരു കെമിക്കലാണ്. അപ്പം മണ്ണുമായിട്ട് ഈർപ്പം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതവിടെ കിടക്കും. രാസപ്രവർത്തനം നടന്ന് ഇത് മണ്ണുമായിട്ട് ലയിച്ച് നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ് കക്കായിട്ടത്? പുളിപ്പ് മാറാൻ വേണ്ടിയിട്ട്, pH മാറാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ഈർപ്പം വേണം, 1. 2, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ചെയ്യാനുള്ള ചിലപ്പോൾ വളം പ്രയോഗിക്കാനും വളം ഒഴിക്കണം. നമുക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെയ് മാസം അല്ലെങ്കിൽ മെയ് മാസവും ജൂൺ മാസവും ഒക്കെ ഭയങ്കര ഹെവി ഒത്തിരി പണികളുള്ള സമയമാണ്. അതേപോലെ അപ്പോൾ നമുക്ക് മറ്റേ ഷെയ്ഡ് വെട്ടണം, കവാത്തെടുക്കണം, കക്ക ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വളമിടാനായിട്ട്. അങ്ങനെ ഇത്രയും നമ്മൾ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മളിതൊരു നമുക്കൊരു ഷെഡ്യൂൾ തന്നെ നമുക്കിത് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു താളം അങ്ങോട്ട് തെറ്റും. ഇനി നമുക്ക് മഴ കിട്ടില്ല, എന്നാ ചെയ്യും? ഇറിഗേറ്റ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായില്ലേ? കക്ക നമ്മൾ കലക്കി ഒഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് തോന്നുവാണ് ഒരു ഫോളോ അപ്പ് ഇറിഗേഷൻ വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. നമ്മളങ്ങനെ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ മോയ്സ്ചർ ലെവൽ കൂടുന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മഴ കുറഞ്ഞ സമയമാണ്, നമ്മൾ അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. കഴിഞ്ഞിടയ്ക്ക് ജോർസാന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് പറയുന്നത് ലൈമിലൂടെ ചില്ലേറ്റഡ് കോപ്പർ, റിലീസ് കോപ്പർ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, അതോ ചില്ലേറ്റഡ് കോപ്പർ ആണോ നല്ലത്? അത് നമ്മുടെ സാഹചര്യം നോക്കിയാണ്. അതായത് നമ്മൾ തട്ടമറിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ റിലീസ് ചില്ലേറ്റഡ് കോപ്പർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് 200 ലിറ്റർ വെള്ളത്തിന് ഒരു 50 ഗ്രാം മതിയാവും. കൂടുതലായിട്ട് തട്ടമറിയുന്നിടത്ത് 100 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ കോപ്പർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊമൈസിസ് ഫംഗസ്, പിത്തിയം ഫൈറ്റോതെറയ്ക്ക് ടോക്സിക്കാണ്. ആ വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം, ടോക്സിക്കാണ്. അതുകൊണ്ടാണ് മെയിനായിട്ടും. പിന്നെ കോപ്പർ ന്യൂട്രിയൻറ്റും കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോശഭിത്തിക്ക് പുറത്ത് കട്ടി കൊടുക്കാൻ എല്ലാത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട് കോപ്പർ. അതുകൊണ്ടാണ് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സൾഫർ യൂസ് ചെയ്യാം. അപ്പം കാപിടുത്തം തീർത്ത് കുറവുള്ള ഫീൽഡാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു 200 ഗ്രാം സൾഫർ, അത് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന 90% ഡയോഗ്രീൻ അല്ലെങ്കിൽ 80% ഡയോ സൾഫർ, ഇത് 200 ഗ്രാം അതുകൂടെ ചേർത്ത് നമുക്ക് ഡ്രിഞ്ച് ചെയ്യാം. ഈ സൾഫർ
വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂട്രിയൻ്റ് ആണ്. അതായത് നൈട്രജൻ അബ്സോർഷന് വേണ്ടിയിട്ട് സൾഫറിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. സാധാരണ നമുക്ക് ഇപ്പം കേരളത്തിൻ്റെ പ്ലെയിൻസിലൊക്കെ നമ്മൾ ഹൈ റേഞ്ചിൽ അധികം നമ്മൾ ഫാക്ടം ഫോസ് ഉപയോഗിക്കുന്നില്ല. ഫാക്ടം ഫോസിനകത്ത് ഓൾറെഡി സൾഫറുണ്ട്. നമ്മൾ പ്ലെയിൻസിലൊക്കെ മറ്റു വിളകൾക്കെല്ലാം ഫാക്ടം ഫോസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ സൾഫർ ഉള്ളതുകൊണ്ട് ആ ഒരു ഘടകമുണ്ട്. നമ്മളിവിടെ കൂടുതലും 1026 അങ്ങനത്തെ ഉള്ള ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി സൾഫർ നൈട്രജൻ ഇൻടേക്ക് നല്ലതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ അധികം ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നില്ല, അതായത് നൈട്രജൻ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമുക്ക് നൈട്രജൻ ഫെർട്ടിലൈസറിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നൈട്രജൻ ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ഈവൻ ഫോസ്ഫറസും പൊട്ടാഷിൻ്റെ ഇൻടേക്കിനകത്തും നൈട്രജൻ ആവശ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സസ് നൈട്രജനിലേക്ക് പോകരുത്. ഇപ്പം നമ്മൾ 1026-നകത്താണ് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇനി ചിലർ ഇപ്പം എനിക്കറിയാം മേപ്പാറ, ശാസ്തനട, ഇങ്ങനെ പള്ളിവാസൽ, മൂന്നാർ സൈഡിൽ ഒന്നും നമുക്ക് അവർ നൈട്രജൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവർ സൾഫർ കൊടുത്തെങ്കിൽ മണ്ണിൽ ഓൾറെഡി കിടക്കുന്ന നൈട്രജൻ അവൈലബിൾ ആയിട്ട് തന്നെ എടുത്തു കൊടുക്കാൻ സഹായിക്കുകയും ചെടിയിൽ ഗ്രോത്തിന് പോസിറ്റീവായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങുന്ന സൾഫർ എപ്പോഴും ഒന്നെങ്കിൽ WDG ഫോർമുലേഷൻ അല്ലെ WG ഫോർമുലേഷൻ ആയിരിക്കണം. ഒത്തിരി ആൾക്കാർ WP വെറ്റബിൾ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു സ്പ്രേയിങ് ഗ്രേഡാണ്. അല്ല അതിൻ്റെ ഫോർമുലേഷനകത്ത് വ്യത്യാസമുണ്ട്. WG ആണെങ്കിൽ ഈ മണ്ണിനകത്ത് സുഷിരങ്ങളിലൂടെയും കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്യൂബിനകത്ത് വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി ഇട്ട് നോക്കിയാൽ മതി. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് എനർജി എടുത്ത് താഴത്തേക്ക് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പല കർഷകരുടെയും ഒരു സംശയമുണ്ട്. അതായത് കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അതെല്ലാം നശിച്ചു പോകുമെന്നുള്ളത്, അതിനെപ്പറ്റി എന്താണ്? നമ്മൾ നശിച്ചു പോകുന്നുള്ള വാക്ക് ശരിയല്ല. ഒരു ചെറിയൊരു കുറവ് വരും. നമുക്കത് എങ്ങനെയാണെന്ന് ചെറിയ കാൽക്കുലേഷനോട് നമുക്കത് കണ്ടുപിടിക്കാം. ജോർജ് സാറേ, 1 സെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ സ്ക്വയർ ആണ്? 40 മീറ്റർ സ്ക്വയർ. നമ്മൾ സാധാരണ ലൈമൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരടി, അതായത് റൂട്ട് സോൺ ആണ് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത്. ഒരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 മീറ്റർ. ഓക്കെ, 40 ഗുണം 0.3 = 12. അപ്പോൾ 12 മീറ്റർ ക്യൂബിനകത്തെ മണ്ണയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 സെൻറ്റിൽ നമ്മൾ പറയുന്നത് 12 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = 12,000 കിലോ മണ്ണ്. നമ്മൾ 1 സെൻറ്റിനകത്ത് എത്ര ചെടിയുണ്ട്? 4. അതായത് നമ്മൾ 440 എടുക്കുകയാണെങ്കിൽ 4. ഇനി പോട്ടെ, നമുക്കൊരു 5 അങ്ങ് എടുത്തേക്കാം. അപ്പം നമ്മൾ 3 കിലോ ലൈം 200 ലിറ്റർ വെളിച്ച് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു ചെടിക്ക് ചെല്ലുന്നത് 150 ഗ്രാമാണ്. ഓക്കെ, 150 ഗ്രാം. ഈ 2 കിലോ ഇടുവാണെങ്കിൽ 100 ഗ്രാം. ഓക്കെ, ഇനി നമ്മൾ ഈ 5 ചെടി എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് 1 സെൻറ്റിലേക്ക് 5 ഗുണം 150 = 750. അപ്പോൾ 12,000 കിലോ മണ്ണിലേക്ക് 750 ഗ്രാം ലൈമ ചെല്ലുന്നുള്ളൂ. ഇവിടെ കിട്ടിയോ? അപ്പോൾ നമ്മൾ നാടൻ ചൊല്ലാണ്, ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ചെല്ലുന്നുള്ളൂ. അപ്പോൾ ആ ക്വാണ്ടിറ്റി നമ്മുടെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന് നമുക്കറിയാം ചെറിയൊരു ഡിപ്പുണ്ടാവും. നമുക്കറിയാം മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മളിപ്പം സ്യൂഡോമോണാസ് ആണെങ്കിൽ 1 കഴിഞ്ഞിട്ട് 9 പൂജ്യം അടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന 1 മില്ലിക്കകത്ത്. അപ്പോൾ ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന്, കോടാനുകോടി എന്നുള്ള വാക്കാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്. ഇത്രയും മൈക്രോ ഓർഗാനിസം ഉള്ളതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു പോയെന്നോർത്തുകൊണ്ട് പക്ഷെ നമുക്കിവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ലൈം ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ചിന്തിക്കുന്നത്. എന്തുമാത്രം ന്യൂട്രിയൻസ് അവൈലബിൾ ആകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നല്ല ബാക്ടീരിയകൾക്ക് വളരാനായിട്ട് നേരത്തെ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 5.5 to 6 ആണ് എപ്പോഴും ഐഡിയൽ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ലൈമിംഗ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സാറിൻ്റെ തന്നെ കിട്ടിയൊരു വാക്കാ സ്പ്ലിറ്റ് ഡോസ്. വളത്തിന് സ്പ്ലിറ്റ് ഡോസ് കൊടുക്കുക. അതെ. അപ്പോൾ നമുക്ക് ഈ ലൈമിങ്ങിൻ്റെ അകത്തും സ്പ്ലിറ്റ് ഡോസ് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മൾ സ്പ്ലിറ്റ് ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രാവശ്യം നമ്മൾ 300 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ഒരാൾ ഉപയോഗിക്കാൻ പ്ലാൻ ഇട്ടെന്ന് വിചാരിക്കുക. അവൻ്റെ അത് പ്ലാൻ ചെയ്യേണ്ട, ചുമ്മാ പ്ലാൻ ചെയ്യരുത്. നമ്മുടെ pH നോക്കിയിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ 300 ഗ്രാം ഇടാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ മിനിമം 2 സ്പ്ലിറ്റ് ഡോസ്, ഒന്ന് മെയ്യിലും അടുത്തത് സെപ്റ്റംബർ, അതായത് കാലവർഷം കഴിഞ്ഞ് തുലാവർഷം ആരംഭിക്കുന്നതിന് മുമ്പ്. അപ്പം അവിടെ നമ്മൾ എന്തുകൊണ്ടായി സ്പ്ലിറ്റ് ഡോസിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ മാതൃശില അസിഡിക്കാണ്. അപ്പം നമ്മൾ ഇന്ന് മാനേജ് ചെയ്ത സാധനം വീണ്ടും അതിൽ നിന്ന് അസിഡിറ്റി പുറത്തേക്ക് വരുന്നു. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും കർഷകർ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് സ്പ്ലിറ്റ് ഡോസ്. ഇപ്പൊ നമ്മൾ ലൈമിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു ഇതാണ് ബോഡോ മിശ്രിതം. ഈ ബോഡോ മിശ്രിതം എപ്പം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? ബോഡോ മിശ്രിതം പണ്ടുകാലം മുതലേ നമ്മുടെ ഏലം ഫീൽഡിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫംഗിസൈഡാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം തെറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പറയും. ശരിക്കും പറഞ്ഞാൽ 2 മഴയെങ്കിലും നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ഫംഗസിൻ്റെ കട്ടിയുള്ള ഔട്ടർ കവറിങ് പൊട്ടി അതിൻ്റെ വിത്തുകൾ മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നിയന്ത്രണം നമുക്കുണ്ടാകും. അതെ ജോർജ് സാറേ, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ജൂൺ 1-ാം തീയതി മഴ 100% ഉറപ്പാണ്. അപ്പം നമുക്ക് ബോഡോ മിശ്രിതം നമുക്ക് ഷെഡ്യൂൾ ചെയ്യായിരുന്നു. ലാസ്റ്റ് വീക്ക് ഓഫ് മെയ്യോ അല്ലെങ്കിൽ 2-3 പുതുമഴ കിട്ടിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങായിരുന്നു. പക്ഷേ ഇന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറിപ്പോയി. അപ്പോൾ നമ്മൾ IMDയുടെ പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പം തുരിശിൻ്റെ കോപ്പറിൻ്റെ ഇൻ്റർനാഷണൽ വില കൂടിയുണ്ട്, തുരിശിന് ഭയങ്കരമായിട്ട് നമുക്ക് വില കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇപ്പം നമ്മൾ വാങ്ങി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഴയെ നോക്കിയിട്ടുള്ളൂ ചെയ്യാവുള്ളൂ. അല്ലെ മഴ വന്നിട്ട് നമ്മൾ ഇതൊക്കെ വാങ്ങാമെന്ന് വെച്ചാലും നടക്കണമെന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ ബോഡോ മിശ്രിതം നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് സിവിസാൻ എന്നാ പറയാനുള്ളത്? നമുക്ക് ചില വിളയിൽ ബോഡോ മിക്സർ സ്കോർച്ചിങ് തന്നെ ഉണ്ടാക്കും, കരിക്കും, പൊള്ളൽ പോലെ. നെല്ല്, വെള്ളരി വർഗമായ മത്തൻ, കുമ്പളം, ഇവൻ നമ്മുടെ പടവലം, ഇതിലൊക്കെ നമുക്കിത് ഉണ്ടാവും. മുന്തിരിയിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ നമുക്ക് നമ്മുടെ കാടമത്തിനകത്ത് തളിരിലയിലും കൂമ്പ്, നമ്മുടെ ബഡൊക്കെ ചെറിയൊരു ഒരു ഇറുക്കം കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കോപ്പർ സൾഫേറ്റ് തളിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ചെടിയിൽ ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. 1. 2, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലേറ്റഡ് ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ്, അതായത് റിലീസ് ചിലേറ്റഡ് സിങ്ക് നമുക്ക് 100 ഗ്രാം ഡ്രമ്മിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലേറ്റഡ് അല്ലാത്ത സിങ്ക് സൾഫേറ്റ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡോ മിശ്രിതത്തിൻ്റെ ക്വാളിറ്റിയെ നമ്മൾ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ കോപ്പർ ഷൈനസ്, അറസ്റ്റിനുള്ള വാക്കല്ല, ശരിക്കും കോപ്പർ ഷൈനസ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ടെക്നിക്കൽ നെയിം, അതായത് നാണം കൊടുക്കെന്ന് പറയുന്ന പോലെ. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് സിങ്ക് സൾഫേറ്റ്. വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കൃഷിക്കാർ തന്നെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അത് തന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ് നമുക്ക് എപ്പോഴും നല്ലത്. എല്ലാ പ്രേക്ഷകർക്കും pH എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത്, അതോടൊപ്പം ബോഡോ മിശ്രിതം എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം എന്നുള്ള രീതി മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ ഉടനെ ജൂൺ മാസം കൃഷിമുറയെ പറ്റി അടുത്ത ഒരു വീഡിയോ വരുന്നതാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.